നമസ്കാരം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ തന്നെയാണ് ഒന്നാമത്തെ ശത്രു രാജ്യം. ചൈന രണ്ടാമത് വരുന്നുണ്ട്. കാരണം ചൈനയും ഇന്ത്യയുമായി ആ രീതിയിലുള്ള ശത്രുത പാകിസ്ഥാനുമായി ഉണ്ടായതുപോലെയുള്ള ശത്രുത ഉണ്ടായിട്ടില്ലെങ്കിലും പാകിസ്ഥാനുമായി നടന്നതുപോലെ ചൈന ഇന്ത്യയുമായി യുദ്ധം നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇപ്പോഴും അതിർത്തി തർക്കങ്ങളുണ്ട്. തരം കിട്ടിയാൽ അതിർത്തി മാന്താനുള്ള എല്ലാ ശ്രമങ്ങളും ചൈന നടത്തുന്നുണ്ട്. സാമ്പത്തിക രംഗത്ത് ചൈന ഒരു വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നു. മാത്രമല്ല, ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ചില തീവ്രവാദ സംഘടനകളെയും തീവ്രവാദികളെയും അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനകളായും തീവ്രവാദികളായും പ്രഖ്യാപിക്കുന്നതിനൊക്കെ ചൈന പലപ്പോഴും വീറ്റോ അധികാരം പോലും ഉപയോഗിച്ച് എതിരു നിൽക്കുന്നു. ഇതെല്ലാം നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ചൈനയുമായി ഇപ്പോൾ ഒരു നയതന്ത്ര ബന്ധത്തിൽ ഒരു ചെറിയ മുന്നേറ്റമുണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ചൈനയും പാകിസ്ഥാനെയും എല്ലാം ഇന്ത്യ വളരെ കരുതലോടുകൂടിയാണ് സമീപിക്കുന്നത്. ചൈനയ്ക്കും പാകിസ്ഥാൻ്റെയും പ്രതിരോധ തന്ത്രങ്ങൾക്ക് മറുപടിയായി പ്രതിരോധ തന്ത്രങ്ങൾ മെനയുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയുമാണ്. ഇപ്പോഴിതാ ഇന്ത്യ അത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. അതായത് പാകിസ്ഥാനെയും ചൈനയെയും വളരെ കൃത്യമായി വളരെ ആഴത്തിൽ നിരീക്ഷിക്കാനുള്ള കഴിവ് ഇന്ത്യ നേടിയെടുത്തിരിക്കുന്നു. മാത്രമല്ല, പാകിസ്ഥാനും ചൈനയും ഇന്ത്യക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വ്യോമാക്രമണത്തിനോ മിസൈൽ ആക്രമണത്തിനോ തുനിഞ്ഞാൽ അത് അതിവേഗം കണ്ടെത്താനും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൂടെ ആ ആക്രമണത്തെ തടയാനും കഴിയും. ആകാശത്ത് വെച്ച് തന്നെ മിസൈലുകളെ ഛിന്ന ഭിന്നമാക്കാനും കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രതിരോധ മുന്നേറ്റമാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിയിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ മിസൈൽ പദ്ധതികൾ വികസിപ്പിക്കുന്നതിൻ്റെ പേരിൽ അമേരിക്കൻ ഉപരോധം നേരത്തെ നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാൻ്റെ 5 കമ്പനികൾക്കെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ്. സമാനമായ സാഹചര്യത്തിലാണ് ഇന്ത്യ ഇപ്പോഴും അതിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ വലിയ രീതിയിൽ വിപുലപ്പെടുത്തുന്ന ഒരു നിർണായകമായ ചുവടുവയ്പ് നടത്തിയിരിക്കുന്നത്. റഷ്യൻ നിർമ്മിതമായ ഒരു ശക്തിയേറിയ റഡാർ സ്ഥാപിച്ചുകൊണ്ടാണ് ഇന്ത്യ അത് നിർവഹിച്ചിരിക്കുന്നത്. കർണാടകയിലാണ് ഇപ്പോൾ ആ റഡാർ സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് ചൈനയിൽ നിന്നും 1800 കിലോമീറ്റർ ദൂരത്താണ് ഈ റഡാർ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ റഡാറിൻ്റെ പ്രത്യേകത 8000 കിലോമീറ്റർ ദൂരപരിധിയിൽപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്ന് ഈ രാജ്യത്തിന് നേരെ ഉയരുന്ന ഏതൊരു വ്യോമാക്രമണ ഭീഷണിയെയും ഈ റഡാർ കണ്ടെത്തും. അതുവഴി ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിച്ച് ആ ആക്രമണത്തെ മിസൈലുകളോ യുദ്ധവിമാനമോ ആയിക്കോട്ടെ ഇതിനെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാനുള്ള പദ്ധതി ഒരുക്കാൻ ഇന്ത്യക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ റഡാർ സംവിധാനത്തിൻ്റെ പ്രസക്തി. അതായത് പാകിസ്ഥാനുള്ളിലോ ചൈനയ്ക്കുള്ളിലോ എവിടെ വച്ചായാലും ഇന്ത്യക്കെതിരായുള്ള നീക്കങ്ങളെ ഇന്ത്യ മണത്തറിയും. 8000 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരപരിധി. ഇത് 10000 കിലോമീറ്ററായി വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാനെയും ചൈനയെയും ഒരുപോലെ കുഴക്കുന്നത്. റഷ്യൻ നിർമ്മിതമാണ് ഈ റഡാർ എങ്കിൽ പോലും ഈ റഡാറിൻ്റെ 60% നിർമ്മിച്ചിരിക്കുന്നത് തദ്ദേശീയമായിട്ടാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഏകദേശം $4 ബില്യൺ ഈ കരാർ റഷ്യയുമായി പറഞ്ഞുറപ്പിച്ച് ഡീലാക്കിയത് റഷ്യക്കെതിരെ അമേരിക്കയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയും അതുപോലെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഉപരോധത്തെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ റഷ്യ ആയുധ കരാർ, അതായത് ഈ റഡാർ വാങ്ങുന്നതും സ്ഥാപിക്കുന്നതും അതിൻ്റെ ഭാഗങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കരാറുകൾ ഇപ്പോൾ ഇന്ത്യ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. തീർച്ചയായും ഇത് ബാലിസ്റ്റിക് മിസൈലുകളെയും അതുപോലെ തന്നെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെയും വളരെ ഫലപ്രദമായി പ്രയോഗിക്കാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അവയെ കണ്ടെത്താൻ അവയുടെ ചലനങ്ങൾ മുൻകൂട്ടി അറിയാൻ സാധിക്കുന്ന ഒരു റഡാർ സംവിധാനമാണ് ഇത്. 2012 മുതൽ തന്നെ റഷ്യ ഉപയോഗിക്കുന്ന റഡാർ സംവിധാനമാണ്. അവരുടെ രാജ്യത്തിന് നേരെ ഉയരുന്ന ബാലിസ്റ്റിക് മിസൈൽ ത്രെട്ടുകളെ വളരെ ഫലപ്രദമായി തടയുകയും ഈ ഭീഷണിയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതിൽ വിജയിച്ച ഒരു റഡാർ സംവിധാനമാണ്. ആ റഡാർ സംവിധാനമാണ് ഇപ്പോൾ ഇന്ത്യ റഷ്യൻ സഹകരണത്തോടുകൂടി ഇന്ത്യയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ റഡാർ സംവിധാനം കർണാടകയിലെ DRDO ക്യാമ്പസിലാണ് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് പാകിസ്ഥാനെയും അതുപോലെ തന്നെ ചൈനയെയും വരച്ച വരയിൽ നിർത്തുന്നതാണ്. അവിടെ നടക്കുന്ന ഇന്ത്യക്കെതിരായിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളെയും നേരത്തെ കണ്ടെത്തുകയും അതിനെതിരെ പ്രതിരോധ വലയം തീർക്കുകയും ഇനി ഇന്ത്യക്ക് നിസ്സാരമായി സാധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ Kohna, Coalition of Hindus of North America. EduBix,
Online Executive Education. Focus Physiotherapy Center, Pattam. Unnat Engineering, Gujarat. Tirthayatra.com. Iron Build, Gujarat. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.